ഹലോ ഗൈസ്, വെൽക്കം ടു ജി ജെ വേഴ്സ്. ദിസ് ഇസ് മീ ജി ജെ. നമസ്കാരം. ഞാൻ മൃണാൾ എന്ന പേരിൽ വീഡിയോസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന മൃണാളിൻ്റെ കടയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോയത്. എടപ്പള്ളി ലുലുമാളിൻ്റെ അടുത്താണ് നമ്മുടെ ഈ ഒരു കട വരുന്നത്. പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ദൂരെ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ നടന്നു വന്നു. ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ കൗണ്ടേഴ്സിലായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. കാരണം 3 കൗണ്ടേഴ്സിലായിട്ടാണ് സാധനം വരുന്നത്. ശരിക്കും എനിക്ക് ആ ഒരു സിസ്റ്റം വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ കൗണ്ടേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്കൊക്കെ വരുന്നെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പല കൗണ്ടറിൽ നിന്നാണെങ്കിൽ നമ്മൾ അതിങ്ങനെ നോക്കി അലേർട്ടായിട്ടിരിക്കണം. എന്തായാലും കാത്തിരുന്ന് ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു. ഏറ്റവും ഒടുവിൽ കിട്ടിയ ജ്യൂസുമായിട്ട് ഞാൻ ടേബിളിലോട്ട് എത്തി. ആദ്യം ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. ഫ്രൈഡ് ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്കും റൈസ് ചെറിയ റൈസാണ്, നല്ല നെയ്യ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ചിക്കൻ്റെ ഫ്രൈഡ് പീസുമാണ്, സൂപ്പർ ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അടുത്തായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് ബസ്മതി റൈസ് ബിരിയാണിയാണ്. ബസ്മതി റൈസ് നമുക്കറിയാമല്ലോ, ലോങ് റൈസ് ആണ്. അതിനോടൊപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്, ദം ചെയ്തെടുത്ത ബിരിയാണിയാണ്. ചിക്കൻ ആണെങ്കിലും നല്ല കുക്കായിട്ട് നല്ല സോഫ്റ്റും ടെൻഡറും ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു. സാധാരണ ഹോട്ടലുകളിലെ പോലെ ഡാൽഡ ചേർക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ബിരിയാണി ഒട്ടും തന്നെ കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടായിരുന്നില്ല. വളരെ ഫ്രീ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഞങ്ങൾ 4 ആൾ ബിരിയാണി ടേസ്റ്റ് ചെയ്തതിൽ ശിവയ്ക്ക് മാത്രം അത്രയ്ക്ക് നന്നായിട്ട് ഇഷ്ടമായില്ല. ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ ഫേവറേറ്റ് ഭക്ഷണമായിട്ടുള്ള പൊറോട്ടയും ബീഫ് ഫ്രൈയും ആണ്. ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ് പൊറോട്ടയുടെ കാര്യത്തിൽ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയേർഡ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള പൊറോട്ടയാണ്. പൊറോട്ടയുടെ സൈസ് കുറച്ച് അല്പം വലുതായി പോയി എന്നുള്ളതേ ഉള്ളൂ. ബീഫും നല്ല ടേസ്റ്റി ആയിരുന്നു. ഡെസേർട്ടായിട്ട് മുത്ത് പറഞ്ഞത് ഓറഞ്ച് ജ്യൂസ് ആണ്. ഓക്കേഷ് ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കുടിച്ച ലൈം ജ്യൂസ് ഒരു നിർവികാര ലൈം ജ്യൂസ് ആയിരുന്നു. വലിയൊരു ഫ്ലേവർ ലൈമിൻ്റെ എനിക്ക് തോന്നിയില്ല. മേ ബി നാരങ്ങ ചേർത്തത് കുറവായിരിക്കും. എനിവേസ് വിക്കി ട്രൈ ചെയ്ത് നോക്കിയത് പാൽപ്പായസമാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പാൽപ്പായസമായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ചിക്കൻ ഫ്രൈ കഴിക്കാനായിട്ടൊരു മോഹം തോന്നി. സോ ഒരു ചിക്കൻ ഫ്രൈ പറഞ്ഞു. കഴിച്ച് കഴിഞ്ഞപ്പോൾ പറയണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നന്നായിട്ട് നല്ല വെളിച്ചെണ്ണയിലൊക്കെ തന്നെയാണ് പൊരിച്ചെടുത്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു മുളക് പൊടിയുടെ പച്ച ടേസ്റ്റ് മാറിയിരുന്നില്ല. കൊതി മൂത്ത ഞാൻ പാൽപ്പായസം ഒരെണ്ണം കൂടെ പറഞ്ഞു. കാരണം ആ ഒരു കുറച്ച് പാൽപ്പായസം ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ ഒരെണ്ണം കൂടെ പറഞ്ഞു. നല്ല ടേസ്റ്റി ആയിരുന്നു. മസ്റ്റ് ട്രൈ ആണ് അവിടുത്തെ പാൽപ്പായസം. മൊത്തത്തിൽ അവിടുത്തെ എക്സ്പീരിയൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ വീടെത്തും ഉടനെ പറഞ്ഞുതരാം. അങ്ങനെ ഞങ്ങൾ മൃണാൾസ് ഹംഗ്രി മൃണാൾ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു. ഞാനുണ്ടായിരുന്നു, മുത്തുണ്ടായിരുന്നു, വിക്കി ഉണ്ടായിരുന്നു, ശിവ ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും പല വെറൈറ്റി ഓഫ് ഐറ്റംസ്, പൊറോട്ട, ബീഫ്, ബിരിയാണി, നിങ്ങൾ കണ്ടല്ലോ, എല്ലാ ഐറ്റംസും ട്രൈ ചെയ്തു. സോ അതിലെനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒരുപാട് സൈഡിൽ നിന്ന് ഹേറ്റും വരുന്നുണ്ട്, ഒരുപാട് സൈഡിൽ നിന്ന് നല്ല രീതിയിലും കമൻസ് വരുന്നുണ്ട്. സോ ഞാൻ എൻ്റെ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് പറയുന്നത്. മൃണാളിൻ്റെ അവിടെ നിന്ന് കഴിച്ചതിൽ എനിക്ക് പൊറോട്ട വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ ടേസ്റ്റി ആയിട്ട് ലെയർഡായിട്ട് മുരിഞ്ഞ് എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്, നല്ല ടേസ്റ്റാണ്. അതിനോടൊപ്പം തന്നെ ബീഫ് കുറച്ച് പീസുകൾ വളരെ നല്ല ടേസ്റ്റിയാണ്, പക്ഷേ മിക്ക പീസും ലിവർ പീസാണ്. സോ ലിവർ ഇഷ്ടമില്ലാത്തവർ ആ ബീഫ് ഫ്രൈ ചൂസ് ചെയ്യാതിരിക്കുക. കാരണം ഒരുപാട് പീസ് ലിവർ പീസാണ്. പിന്നെ റേറ്റ് ഭയങ്കര ലാഭം എന്ന് പറയുന്ന ഒരു ചെറിയൊരു എനിക്കതിലൊരു എതിർപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ലാഭമായിട്ടുള്ള റേറ്റ് അല്ല. സ്ട്രോക്ക് പോലും എക്സ്ട്രാ പൈസ മേടിക്കുന്ന ഒരു കടയാണ്. സോ അങ്ങനെ ഭയങ്കര ലാഭമായിട്ടൊരു റേറ്റ് അല്ല. ഒരു നോർമൽ കടയിൽ പോയിട്ട് 50 രൂപയ്ക്ക് അല്ലെങ്കിൽ 60 രൂപയ്ക്ക് ഊണ് മേടിച്ചാൽ ഇതിലും കൂടുതൽ അൺലിമിറ്റഡ് ആയിട്ട് കറികളും ചോറും കിട്ടും. ഇവിടെ എല്ലാം വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ്. അതും നമുക്ക് ആവശ്യമുള്ള മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പല വെറൈറ്റി ആയിട്ട് കറികളായിട്ട് ചേർത്ത് കഴിക്കണമെങ്കിൽ നല്ലൊരു തുകയാവും. സോ ആ ഒരു കാര്യം എനിക്ക് അങ്ങനെ ഭയങ്കര വില കുറവോ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല. ബട്ട് ഓക്കെ, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൺസെപ്റ്റ്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ ആണെങ്കിലും ചിക്കൻ ഫ്രൈ എനിക്ക് ഭയങ്കര ഒരു ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യില്ല. കൈൻഡ് ഓഫ് ഒരു ഓയിലി ടേസ്റ്റ്, മുളക് പൊടിയുടെ ഒരു പച്ച ടേസ്റ്റ് ഒക്കെയാണ് ഫീൽ ചെയ്യുന്നത് ചിക്കൻ ഫ്രൈയിൽ. പക്ഷേ എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമുണ്ട്, അവിടുത്തെ പായസം. എൻ്റെ പൊന്ന് ദൈവം, എന്തൊരു ടേസ്റ്റായിരുന്നു അവിടുത്തെ പായസം. നല്ല ടേസ്റ്റായിട്ട് ആ ഒരു കപ്പിലാണ് ആ സാധനം സെർവ് ചെയ്യുന്നത്. അതിന് ആ ഒരു രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വാനില എസൻസ് ചേർക്കുന്നുണ്ട്, കസ്റ്റാർഡ് പൗഡർ, സംതിങ് ഒരുപാട് ഐറ്റംസ് ചേർക്കുന്നുണ്ട്. അതിനെല്ലാം ഫ്ലേവർ അതിൽ വന്നിട്ടുണ്ട്. അത് ഭയങ്കര ടേസ്റ്റിയാണ്. ഒരു ഗുലാബ് ജാമുൻ്റെ പാനിയുടെ സിമിലർ ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് വരുന്ന രീതിയിലുള്ളൊരു പായസമാണ്. എനിക്ക് പായസം വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് കഴിച്ച ബിരിയാണി ആണെങ്കിൽ ബിരിയാണിയുടെ റൈസും പീസും കാര്യങ്ങളും എല്ലാം നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ഇത് പ്രോബ്ലം ഈസ് അളവ് വളരെ കുറവാണ്. സോ തൽക്കാലമായിട്ട് വിശപ്പ് മാറ്റാനായിട്ട് ഹംഗ്രി മൃണാളിൽ പോവാം. പായസം ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. എന്തായാലും വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ് മൃണാൾ തുടങ്ങിയിരിക്കുന്നത്. ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ്. ബട്ട് ദോ ഭയങ്കര ലാഭമാണ് അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇറ്റ്സ് സാധാരണ ഒരു ഹോട്ടൽ, ഒരുപാട് വെറൈറ്റി ഹോട്ടൽസ് ഉണ്ട്, അതുപോലെ ഒരു ഹോട്ടൽ അങ്ങനെ വിചാരിക്കുക. ഉറപ്പായിട്ടും അവിടെ പോകുമ്പോൾ പായസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. സോ എന്തായാലും ഇതാണ് എനിക്ക് ഹംഗ്രി മൃണാളിലുണ്ടായ എക്സ്പീരിയൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ജി ജെ വേഴ്സ് എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഇറ്റ്സ് മീ ജി ജെ സൈനിങ് ഓഫ്. ബൈ.